ഹലോ കൂട്ടുകാരെ, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ മുരിങ്ങയ്ക്ക കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ്, ഉള്ളി, ഇച്ചിരി ടൊമാറ്റോ, കുറച്ച് പുളിപ്പുള്ള നല്ലതല്ലേ, എന്നിട്ട് കുറച്ച് മുരിങ്ങയ്ക്ക. ഓക്കെ, ഇവിടെ നമ്മുടെ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്കിടാം എണ്ണ. ഇനി അടുത്തേ നമുക്കിടാം കുറച്ച് കടു. ഇനി ഇതിലേക്ക് കുറച്ചിടാം. ഞാൻ ഒരു മുളക് ഇടുന്നതുള്ളൂ. എനിക്ക് തോന്നിയ എരി ഇഷ്ടം അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മുളക് ഇടാം. ഇനി ഇതിലേക്ക് ഇച്ചിരി ഇടാം ജീരകം. അത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം, അതിൻ്റെ ഗ്രീൻനെസ് മാറുന്നവരെ. ഇനി അടുത്തേക്ക് നമുക്കിടാം ഉള്ളി, അത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് നല്ലതായിട്ട് എന്താണ് പറയുന്നത്, മിക്സ് ആകുന്നത് വരെ, ഒരു കോഫി കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത നമുക്ക് ഇതിനകത്തോട്ട് ഇടാം ഉരുളൻകിഴങ്ങ്. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആയിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ഇടാം നമ്മൾ കണ്ടിച്ച് വെച്ച മുരിങ്ങയ്ക്ക. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ എണ്ണയൊക്കെ നല്ലതായിട്ട് പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിനെ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമുക്കിടാം ആ കണ്ടിച്ച് വെച്ച തക്കാളി. ഞാൻ ഒരു കുഞ്ഞ് തക്കാളി എടുത്തിട്ടുള്ളൂ. എനിക്ക് അത്ര തോനെയും പുളിപ്പ് ഇഷ്ടമല്ല, എന്നാൽ കുറച്ച് പുളിപ്പ് വേണം. അതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി ചെറുത് മാത്രം എടുത്തത്. ഇനി ഇതിനെ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിനകത്ത് കുറച്ച് മസാല ഇടാം. നമുക്കിച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതിൽ കുറച്ച് നമുക്ക് ഉപ്പും കൂടി ഇടാം. മുളക് പൊടി, ഗരം മസാല, എവറസ്റ്റിൻ്റെ ഗരം മസാലയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നല്ലതായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചിതിനെ വേവിക്കാം. വെള്ളം കൂടെ ഒഴിച്ച് വെച്ച് നല്ലതായിട്ട് ഇതിനെ നമുക്ക് വേവിക്കാൻ വെക്കാം അടച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കറിവേപ്പില ഇടാം. അങ്ങനെ ഇവിടെ നമ്മുടെ കറി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടം ആയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ, പിന്നെ കാണാം.